ഇവനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ഇവനൊരു വലിയ ഫിലിം സ്റ്റാർ ആവണമെന്നാണ്. ആ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ടോപ്പ് ഹീറോയിനെ ഇവൻ വൺ സൈഡായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ ഷൂട്ടിങ്ങിനുണ്ടായ ഒരു ഫയർ ആക്സിഡൻറ്റിൽ നിന്ന് ആ ഹീറോയിനെ ഇവൻ രക്ഷിക്കുകയാണ്. അന്ന് മുതൽ തന്നെ ആ ഹീറോയിന് ഇവനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഇവൻ്റെ ഇഷ്ടം അവരുടെ അടുത്ത് പറയാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പാണ് ഇവൻ അറിയുന്നത് ഇവള് ഒരു പ്രൊഡ്യൂസറിനെ പ്രേമിച്ച് അവൻ കാരണം ഇവൾ പ്രഗ്നൻറ്റും ആണെന്ന്. പക്ഷേ ആ പ്രൊഡ്യൂസറും ഇവളെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവളെ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ തീ വെക്കാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലിട്ട് അവളെ പൂട്ടുകയാണ്. ഇനി ഇതൊക്കെ കണ്ടറിഞ്ഞു വന്ന നമ്മുടെ ഹീറോ ഇവളെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. പക്ഷെ അതിനുള്ളിൽ തന്നെ ആ സെറ്റ് മൊത്തം പൊട്ടിത്തെറിച്ച് ആ ഹീറോയിൻ മരിക്കുകയാണ്. ഇവനും തെറിച്ച് പോവാണ്. അങ്ങനെ അടി കൊണ്ട് വന്നിട്ടുള്ള ഇവനെ ഒരു ഫാമിലി വന്നതും അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചേർക്കാണ്. ആ വണ്ടിയിൽ വന്നവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കും. അങ്ങനെ പുള്ളിക്കാരത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇവനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതും അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ്. സെയിം മൊമെൻറ്റ് ഇവനും മരിക്കുകയാണ്. അന്ന് ആ ഹോസ്പിറ്റലിൽ ജനിച്ച ആ കുഞ്ഞ് 30 വർഷത്തിന് ശേഷം അന്ന് മരിച്ച അതേ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെയാണത്. അവൻ്റെ റീബർത്താണിത്. പക്ഷേ ഇപ്പോൾ ഇവൻ ഒരു കഴിഞ്ഞ ജന്മത്തിൽ അവൻ വിചാരിച്ച പോലെ തന്നെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടാണുള്ളത്. ഒരു ദിവസം ഒരു ഫിലിം സക്സസ് പാർട്ടിയിൽ ആ പ്രൊഡ്യൂസറിനെ കണ്ടതും ഇവൻ്റെ മുൻപ് ജന്മത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം ഓർമ്മ വരാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ബെസ്റ്റ് ഫ്രണ്ടിനെയും അവൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ അമ്മേനെയൊക്കെ അവൻ പോയി കാണാണ്. അവരോട് സത്യങ്ങളെല്ലാം പറയാണ്, ഞാൻ വീണ്ടും ജനിച്ചു വന്നിരിക്കുകയാണെന്ന് നോക്കൂ. അങ്ങനെ ആ പ്രൊഡ്യൂസർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടു അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടു കഴിഞ്ഞ ജന്മത്തിൽ അവൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പടമായിട്ട് എടുക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹീറോയിൻ്റെ ഓഡിഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുൻജന്മത്തിൽ അവൻ സ്നേഹിച്ച അതേ ഹീറോയിനെ പോലുള്ള ഒരു പെണ്ണിനെ അവൻ ഇവിടെയും കാണുന്നത്. അങ്ങനെ ആ പെണ്ണിനെ വെച്ചിട്ട് ആ പടം എടുക്കുകയാണ്. അങ്ങനെ ഇവൻ എടുക്കുന്ന പടത്തിന് പ്രൊഡ്യൂസറായിട്ടായിരിക്കും ആ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടാവുക. പക്ഷേ ആ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇവൻ കൊണ്ടുവന്നിട്ടുള്ള ആ പെണ്ണിനെ കാണിച്ചിട്ട് ഒന്നവളുടെ പ്രേതം ഇവനെ തുരത്തുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം അവന് വരുത്താണ്. അങ്ങനെ അവസാനമായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോ ഈ പ്രൊഡ്യൂസറിനെ അടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വന്നിട്ട് അവിടെ വന്ന് വീണത്തടുത്ത് നിർത്തുകയാണ്. പക്ഷെ മോളുണ്ടായിരുന്ന ഒരു ലൈറ്റ് അറന്ന് വീണിട്ട് ഈ പ്രൊഡ്യൂസറുടെ മേത്ത് വീണ് അവൻ മരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഡോർ തോന്നിട്ട് അവൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ അമ്മയും ഫ്രണ്ടും ആ ഹീറോയിനും അകത്തോട്ട് കയറി വരാണ്. അപ്പോഴാണ് ഇവൻ തന്നെ ഷോക്കാവുന്നത്. കാരണം ആക്ച്വലി ആ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ച അവളുടെ ഒറിജിനൽ പ്രേതം തന്നെയായിരുന്നു അവളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവനും നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. അങ്ങനെ അവളുടെ പ്രതികാരം തീർത്ത് മറഞ്ഞു പോവാണ്.